മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒളിച്ചോടിയെത്തുന്ന ക്രിമിനലുകളും പിടികിട്ടാപ്പുള്ളികളും ഇവിടെ മനോരോഗികളായി അഭിനയിച്ചു കഴിഞ്ഞുകൂടുന്നു. വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവരോ കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളിലെ പങ്കാളികളോ ആയവർക്ക് ഒളിത്താവളമായി ഏർവാടി ഉപയോഗിക്കപ്പെടുന്നത് ഏർവാടിയുടെ ആരാധകർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. ഇവിടെ വരുന്നവരിൽ 70% കേരളീയരാണ്. തുറന്നു പറയുന്നതിൽ വിഷമം തോന്നരുത്. പലരും വലിയ കുറ്റങ്ങൾ ചെയ്ത് പോലീസിന്റെ കണ്ണിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ വരുന്നു. കാലിൽ ചങ്ങലയിട്ട് ശബ്ദം വെച്ച് നടക്കുന്ന ഇത്തരക്കാരെ കുറിച്ച് ആരും ഒന്നും തിരക്കാറില്ല. സ്വന്തം കുടുംബത്തിലെ 4 പേരെ വകവരുത്തിയ ഹമീദ് എന്ന കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവിടെ വെച്ചാണ്. കേരളത്തിൽ നിന്ന് വേശ്യകളും ഇവിടെ എത്തുന്നുണ്ട്. പരസ്പരം സ്നേഹിച്ചു വിവാഹം കഴിക്കാൻ കഴിയാത്തവർ വീട്ടുകാരിൽ നിന്നും രക്ഷപ്പെടാൻ ഇവിടെ അഭയം തേടുന്നു. ഈയിടെ ഒരു ആശാരിയും മുസ്ലിം പെണ്ണും ഇവിടെ വന്നിരുന്നു. ഇതൊക്കെ ജനങ്ങൾ അറിഞ്ഞ കേസ്, അറിയാത്ത എത്രയെത്ര കേസുകൾ. ഇവിടെ അനിഷ്ട സംഭവങ്ങൾ തീരെ നടക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. വലിയ കള്ളന്മാരും കൊള്ളക്കാരും പോലീസിന്റെ കണ്ണുപൊട്ടിക്കാൻ ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. ഇവിടെ വന്നവരോട് ആരും ഒന്നും തന്നെ അന്വേഷിക്കാറില്ലല്ലോ. ബോംബെയിലെ ശിവസേന പ്രവർത്തകനായ രാംജിത്തിനെ കഴിഞ്ഞ മാസം CBI അറസ്റ്റ് ചെയ്തത് ഇവിടെ നിന്നാണ്. ഇത്തരം കേസുകൾ നിരവധിയുണ്ട്. ഇത്തരുണത്തിൽ ഈ പ്രദേശത്ത് ഇത്രയെങ്കിലും സമാധാനമുണ്ടല്ലോ. ക്രിമിനലുകൾ ഒളിത്താവളമാക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് എന്ത് ചികിത്സയും ആത്മീയ പരിഹാരവുമാണ് ലഭിക്കുക എന്ന് നാം ചിന്തിക്കണം. കൂടുതൽ കൂടുതൽ തിന്മകളും നീചവൃത്തികളും വ്യാപിക്കുകയും അധർമ്മങ്ങൾ പച്ചപിടിച്ചു വളരുകയുമല്ലേ ഇത്തരം സ്ഥലങ്ങളിൽ സംഭവിക്കുക. ഏർവാടിയിലെ സ്ഥിതിയും അതുതന്നെയാണ്. ചൂഷണത്തിന്റെ 1000 മുഖങ്ങൾ ഇവിടെ നടമാടുന്നു. അനാശാസ്യത്തിന്റെയും ലൈംഗിക അരാജകത്വത്തിന്റെയും പല രൂപങ്ങൾ ഇവിടെ ഇരുട്ടിന്റെ മറപറ്റി നടക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യങ്ങൾ ഈ പറഞ്ഞതിനേക്കാൾ ക്രൂരവും പരുക്കനുമാണ്. ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരവും പ്രശ്നങ്ങളും പലപ്പോഴും അതിരുവിടുന്നു. ഏർവാടി ചരിത്രത്തിലെ പീഡനത്തിന്റെയും ക്രൂരതയുടെയും തീക്ഷണത പുറം ലോകമറിഞ്ഞ ഒരു ദിനം. ഇവിടെയായിരുന്നു ദുർബലരായ ശുഷ്കിച്ച് വയറൊട്ടിയ ഒരു പറ്റം പട്ടിണിക്കോലങ്ങൾ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടാൻ സാധിക്കാതെ തീനാളങ്ങളിൽ അകപ്പെട്ട് ഈയാമ്പാറ്റകളെപ്പോലെ ചങ്ങലയിൽ ബന്ധിതരായി ജീവനോടെ ബന്ധിരിക്കപ്പെട്ടത്. തീഗോളങ്ങൾക്കിടയിൽ കിടന്ന് അവർ രക്ഷയ്ക്കു വേണ്ടി ആർത്തു വിളിച്ച് കരയുന്നത് നിസ്സഹായരായി കണ്ണുനീരോടെ നോക്കി നിൽക്കാനല്ലാതെ മറ്റന്തേവാസികൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഭീകരദൃശ്യം നേരിൽ കണ്ട അന്തേവാസി സംഭവം വിവരിക്കുന്നു. സംഭവം നടന്നത് இந்த சம்பவம் வந்து நாங்க எல்லாரும் தூங்கிட்டு இருந்தோம் ராத்திரி. அதோட திடீர்னு அந்த உள்ள இருந்தது சத்தம் மட்டும் ஆள் சத்தம் கேட்டுச்சு. அதோட ஓடியாந்து பார்க்க யாருமே இல்லை. அது பூரா சங்கில மட்டுமே வரைச்சு யாருமே உள்ள போக முடியல. அதோட பின்னாடி தண்ணி அள்ளி எல்லாரும் சேர்ந்து தண்ணி அள்ளி ஊற்றினோம். அப்புறம் பின்னாடிதான் எல்லாம் எரிஞ்சு முடிச்சுதான் அமர்ந்துச்சு. சில இதுகளை நாங்க தப்பி கேட்டது பூரா ஓடிடுச்சு. நீங்க கண்ணால பார்த்தது? நாங்க நின்று நாங்க தானே அமர்த்தினது எல்லாரும். அப்படியா? அப்ப ஏன் அவரெல்லாம் ஓடல? அது ஓட முடியாத சூழ்நிலை. 2 வேலையும் 2 பேரா சேர்ந்து விளங்க மாட்டி பூட்டி போட்டுறாங்க. உள்ள ஓட முடியல. உள்ள அப்படியா? தீ எரியவும் இப்படி கூறவேனே தீ எரியவும் உள்ள போக முடியல எங்கனால. உங்களுக்கு உள்ள போக முடியல, அவருக்கு காப்பாற்ற ஓட முடியல. அவருக்கு அவனாலையும் வெளியே ஓடியார முடியல. ஓடுறதுக்கு காரணம் இந்த தீ எரிஞ்சதுனாலதான். செங்கல்ல போட்டிருக்கேன். செங்கல்ல போட்டு. அப்ப எத்தனை பேரு இருந்தாச்சுன்னு? இறந்து 28 பேர். 28 പേരുണ്ടോ? ഇതാണ് മനോരോഗികളെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരുന്ന തൂണുകൾ. വെന്തെരിഞ്ഞ കൂടാരത്തിന്റെ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. തീപിടുത്തത്തിൽ വെന്തെരിഞ്ഞ പച്ചയായ മരങ്ങൾ സംഭവത്തിന്റെ തീക്ഷണത വ്യക്തമാക്കി തരുന്നു. അധോലോകങ്ങളുടെയും കച്ചവട സംഘങ്ങളുടെയും പിടിയിലാണ് ഏർവാടി. ചികിത്സാ കേന്ദ്രങ്ങൾ നടത്തുന്നത് വിവിധ അധോലോക ഗ്രൂപ്പുകളാണ്. വിവിധ ഗ്രൂപ്പുകൾ നടത്തുന്ന മാനസിക ചികിത്സാ കേന്ദ്രങ്ങൾ ഇന്ന് ഏറ്റവും വലിയ വ്യവസായ കേന്ദ്രങ്ങളാണ്. നിരപരാധികളായ ഒരു പറ്റം മനുഷ്യരെ പച്ചയ്ക്ക് ചുട്ടുകൊന്ന സംഭവമായിരുന്നു അത്.
ചൂഷണത്തിന്റെയും അവിഹിത സമ്പാദ്യത്തിന്റെയും പങ്കുപറ്റുകയും അതുപയോഗിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾ നേടുകയും ചെയ്യുന്നവർക്ക് ഇസ്ലാമിക മൂല്യങ്ങളോടൊന്നല്ല ധാർമ്മിക മൂല്യങ്ങളോടും മാനുഷികതയോടും പ്രതിബദ്ധതയുണ്ടാവുകയില്ല. ഏർവാടി ഇത്തരം നരാധമന്മാരുടെ കയ്യിലെ ഉപകരണമായി തീർന്നതായാണ് കാണുന്നത്. ഔലിയാക്കളോടും ശുഹദാക്കളോടുമുള്ള ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പേരിൽ ഈ കൊടിയ തിന്മകളെ സാധൂകരിക്കുന്നവർ ആരായാലും അവർക്ക് അല്ലാഹു മാപ്പുകൊടുക്കില്ല. ചരിത്രത്തിന്റെയും വസ്തുതകളുടെയും പിൻബലമില്ലാതെ ആവിഷ്കരിക്കപ്പെട്ട കഥകളിൽ അടിത്തറയിട്ടുകൊണ്ടാണിന്ന് എവിടെയും ദർഗകളും ജാറങ്ങളും മുളച്ചുപൊന്തുന്നത്. അവിടങ്ങളിലെ ചൂഷണത്തിനും തിന്മകൾക്കും ന്യായീകരണം നൽകുവാൻ പുതിയ പുതിയ കഥകൾ തൽപരകക്ഷികൾ മെനഞ്ഞുണ്ടാക്കുകയും ചെയ്യും. ചൂഷണത്തിനും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും ചൂട്ടുപിടിച്ചു കൊടുത്തുകൊണ്ട് മുസ്ലിയാക്കന്മാരും പുരോഹിതന്മാരും മുന്നിൽ നിൽക്കുകയും ചെയ്യും. അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട സുജൂദുകളും പ്രാർത്ഥനകളും മറ്റ് ആരാധനകളും കൽപ്പിത കഥകളിലെ കഥാപാത്രങ്ങളായ ശൈക്കന്മാർക്കും ഔലിയാക്കൾക്കും അർപ്പിക്കുകയും ചെയ്യും. ഈ കൊടിയ നീചവൃത്തിയെ ന്യായീകരിക്കുവാൻ ദുർബലങ്ങളായ വാദമുഖങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും. ഏർവാടിയിലെത്തുന്ന ചിലർ അവിടുത്തെ കബറുകൾക്ക് സുജൂദ് ചെയ്യുന്നത് സംബന്ധിച്ച് അൽ ഇർഫാദ് മാസികയിലെ പരാമർശങ്ങൾ ഇതിന് തെളിവാണ്. ഇവിടെ മക്ബറകൾക്ക് മുമ്പിൽ ആളുകൾ സുജൂദ് ചെയ്യുന്നതായി കാണുന്നു. ഇത് അനിസ്ലാമികമല്ലേ? സുജൂദ് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അത് സൃഷ്ടികൾക്കു വേണ്ടി ചെയ്യൽ അനിസ്ലാമികമാണ്. സുജൂദ് ശരിയാകണമെങ്കിൽ ഉളു ആവശ്യമാണ്. അതിനാൽ ഭക്തിയാദരപൂർവ്വം വണങ്ങുമ്പോൾ അത് സുജൂദാകുന്നില്ല. സുജൂദ് ചെയ്യുന്നത് പിന്നെ ആളുകൾ ചെയ്യാൻ പാടില്ല. സുജൂദ് എന്ന് പറയുന്നത് നീയത്തോടെ ഏഴംഗങ്ങൾ കിളവെക്കുന്ന സുജൂദ്. ഒതു വേണം, ഒതുവോടെ ഏഴംഗങ്ങൾ കിളവെച്ച അത് സുജൂദാത്. ഇത് നീയത്തോടെ ദൈവത്തോടെ ഒരു വഴക്കം തൊട്ട് മിച്ചു കൊടുക്കുന്ന മാതിരി ഇത് പതിപ്പ് കൊടുക്കുന്ന മാതിരി ഇതില്ല. അതിൽ സുജൂദ് എന്ന് പറയാൻ പാടില്ല. അവർക്ക് ചെയ്യുന്ന ഒരു മര്യാദ അത് ഇവിടെയുള്ള നാട്ടുകാരെല്ലാരും ചെയ്യുന്നുണ്ട്, പുറം നാട്ടുകാർ ചെയ്യുന്നുണ്ട്. എത്ര ലാഘവത്തോടെയും നിസ്സാരതയോടെയുമാണ് അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുന്നതിനെ ഇവർ കാണുന്നത്. ഇസ്ലാമിന്റെ പേരിലാണ് ഇതെല്ലാം ഇവർ ചെയ്യുന്നത്. ഖബർ പൂജയും തൽസംബന്ധമായ മുഴുവൻ ദുരാചാരങ്ങളും കഠിനമായി വിലക്കിയ ഇസ്ലാമിന്റെ പേരിൽ ഖബർ പൂജയെ ന്യായീകരിക്കുന്നു. മക്ബറകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങളെ നിസ്സാരമായി കാണുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും മതിയാക്കാതെ ഇത്തരം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നു. ഏർവാടിയിൽ എന്തു നടക്കുന്നു എന്ന് അന്വേഷിച്ച് ചെല്ലാൻ വെല്ലുവിളിക്കുന്ന കുബൂരികൾക്ക് അവിടുത്തെ തിന്മകളെല്ലാം നന്മകളാണ്. മാത്രവുമല്ല, അവർ അതിന്റെയൊക്കെ ഗുണഭോക്താക്കളുമാണ്. സത്യം തിരിച്ചറിയുവാൻ മുസ്ലിം സമൂഹം തയ്യാറാവേണ്ടതിന്റെ അനിവാര്യത വ്യക്തമാവുകയാണിവിടെ.